Hi friends, welcome to Simis Nadan kitchen. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന അപ്പം, ഇടിയപ്പം അതിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു കറിയാട്ടോ. ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഒരു തേങ്ങ വറുത്തരച്ച് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറി. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഇതിനായിട്ട് മീഡിയം സൈസ് 2 ഉരുളക്കിഴങ്ങ്, പിന്നെ ഒരു ചെറിയ സവാള. ആദ്യമേ ഇത് ക്ലീൻ ചെയ്തിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ കാണിക്കുന്നത് ചെറിയ ക്വാണ്ടിറ്റിയാണ്, അതുകൊണ്ടാട്ടോ ഞാൻ ചെറിയ ഉരുളക്കിഴങ്ങ് എടുത്തേക്കുന്നത് 2 എണ്ണം. സവാള ഉരുളക്കിഴങ്ങും തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ചെറിയ ചെറിയ പീസസ് ആയിട്ട് മുറിച്ചെടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചിട്ട് എങ്ങനെ വേണമെന്ന് വെച്ചാൽ മുറിച്ചെടുക്കാം കേട്ടോ. വലുതായിട്ടോ ചെറുതായിട്ടോ അതിനൊന്നും വലിയ കണക്കൊന്നുമില്ല. ഞാനിവിടെ കുഞ്ഞായിട്ടാണ് മുറിക്കുന്നത്. കുഞ്ഞതായിട്ടാകുമ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടുമല്ലോ. അതൊക്കെ സവാളയും അതുപോലെ തന്നെ നമുക്ക് ചെറുതായിട്ട് തന്നെ മുറിക്കാം. ഒരുപാട് ചെറുതൊന്നുമല്ല, ഒരു കനത്തിലാട്ടാൻ മുറിക്കരുത്. ഇത് ഞങ്ങളുടെ ഫേവറേറ്റ് കറിയായിരുന്നു കേട്ടോ. പണ്ട് മമ്മി കൂടുതലും അപ്പത്തിന് ഈ ഒരു കറിയായിരുന്നു ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഒരു നാടൻ കറി. ഇത് പപ്പായ്ക്കാണെങ്കിലും ഞങ്ങൾക്കാണെങ്കിലും ഭയങ്കര ഇഷ്ടമായിരുന്നു ഇത്. അപ്പോൾ ഇത് നല്ല കുഞ്ഞു പീസസായിട്ട് ഞാൻ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇത് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുക്കറിലേക്ക് മാറ്റാം. കുക്കറിലാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് വരും കേട്ടോ. ഒരു വിസിലടിച്ച് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ ഗ്യാസും ലാഭം നമുക്ക്. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിക്കുമ്പോൾ ഉരുളക്കിഴങ്ങിൻ്റെ ലെവലിലാണ് ഞാൻ വെള്ളം ഒഴിക്കുന്നത്. അപ്പോൾ ഇതൊരു ഗ്രേവി ടൈപ്പ് കറിയല്ലേ, അപ്പോൾ നമുക്ക് വെള്ളം വെച്ചിട്ട് അധികം കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ലെവലിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഒരു പച്ചമുളക് അതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് മുറിച്ചിടാം. ഞാൻ 2ആയിട്ട് കീറുന്നില്ല കേട്ടോ. ഇത് ഭയങ്കര എരിവുള്ള മുളക്. അത് ഇതിലേക്ക് ഉപ്പ്. ഇത് എങ്ങനെയാണ് വേവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുൾ ഫ്ലെയിമിൽ ഒരു വിസിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്തിട്ടേക്കാം കേട്ടോ. ഓഫ് ചെയ്തിട്ടതിന് ശേഷം ഫുൾ പ്രഷർ പോയതിന് ശേഷം വേണം ഇത് ഓപ്പൺ ചെയ്യാനായിട്ട്. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും കേട്ടോ. ഉരുളക്കിഴങ്ങ് പെട്ടെന്ന് തന്നെ വേകുന്ന ഒരു സാധനമുള്ളൂ. അപ്പോൾ ഒരു വിസിൽ മാത്രം മതി അത് വേകാനായിട്ട്. അപ്പോൾ ഞാനിത് സ്റ്റൗവിലേക്ക് മാറ്റുന്നതാണ്. ഇനി നമുക്ക് തേങ്ങ വറുത്തരയ്ക്കണം. അപ്പോൾ തേങ്ങ വറുത്തരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ അകത്ത് എടുത്തേക്കുന്നത് 1/3 കപ്പ് ഡെസിക്കേറ്റഡ് കോക്കനട്ട് കേട്ടോ. അത് ഇട്ട് കൊടുക്കാം. ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഇല്ലയെന്നുണ്ടെങ്കിൽ സാധാ തേങ്ങ എടുത്താലും മതി. അപ്പോൾ ഒരു 1/2 കപ്പ് എടുത്തേച്ചാൽ മതി കേട്ടോ. ഞാൻ കൂടുതലും വറുത്തരയ്ക്കുന്നതിനൊക്കെ ഡെസിക്കേറ്റഡ് കോക്കനട്ട് ഉണ്ടെങ്കിൽ യൂസ് ചെയ്യുന്നത് അതാട്ടോ. ഞാനവിടെ കുക്കറിൽ ഉരുളക്കിഴങ്ങ് വേകാനും വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 3 ചുവന്ന മുളക് അതൊന്ന് പൊട്ടിച്ചിടാം. അത് എരിവിന് ആവശ്യത്തിന് ഇടാം കേട്ടോ. അപ്പോൾ ഞാനിടത്ത് പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് നല്ല എരിവുള്ള കേട്ടോ 3 എടുക്കണം. അല്ലെങ്കിൽ ഞാൻ 4-5 മുളക് ഇട്ട് ചേർക്കലുണ്ട്. 1/2 ടേബിൾ സ്പൂൺ മല്ലി. ഇനി ഇതിലേക്ക് 2 ചെറിയ വെളുത്തുള്ളി കേട്ടോ, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇനി സ്റ്റൗ ഓണാക്കാം. ഇനി ഇത് വറക്കാനായിട്ട് കുറച്ച് വെളിച്ചെണ്ണ വേണം. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഇറക്കണേണ്. ഇനി ഇത് മൂക്കെ വറുത്തെടുക്കാം. ചുമപ്പ് കളറാകുന്ന വരെ വേണം വറക്കാനായിട്ട്. അതുപോലെ ഇത് വറക്കുമ്പോൾ ചെറിയ തീയിലിട്ട് വേണം കേട്ടോ വറക്കാനായിട്ട്. ഫുൾ ഫ്ലെയിമിൽ കിടന്നു കഴിഞ്ഞാൽ തേങ്ങ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ തേങ്ങ നന്നായിട്ട് മൂത്തിട്ടുണ്ട്. ഇനി സ്റ്റൗ അങ്ങോട്ട് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ മസാല എന്ന് പറഞ്ഞാൽ പെരിഞ്ജീരകമാണ്. വേറെ പ്രത്യേകിച്ച് മസാല ഒന്നിടത്ത് ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ സ്റ്റൗ ഓഫ് ചെയ്തതിന് ശേഷം വേണം നമ്മൾ ഇതിനകത്ത് പെരിഞ്ജീരകം ചേർക്കാനായിട്ട്. പെരിഞ്ജീരകം ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഇത് നന്നായിട്ട് ചൂടായി കിടക്കുമല്ലേ, അപ്പോൾ ആ ചൂടിൽ കിടന്നിട്ട് പെരിഞ്ജീരകം നന്നായിട്ട് വെന്തോളും. ആദ്യമേ തന്നെ തേങ്ങയുടെ കൂടെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെരിഞ്ജീരകം പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇത് ചൂടാറി കഴിയുമ്പോൾ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഈ കുക്കറിലെ പ്രഷർ നന്നായിട്ട് പോയിട്ടുണ്ട് കേട്ടോ. പോയതിന് ശേഷം ഇത് തുറക്കാം. അപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊന്ന് ഉടച്ചു കൊടുക്കുക. അപ്പോൾ ഒരു തവി വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഒന്ന് ഉടച്ചാൽ മതി. ഒരുപാട് അങ്ങോട്ട് ഉടഞ്ഞങ്ങ് പോകണ്ട കേട്ടോ. ചെറുതായിട്ട് ഒന്നിട്ട് ഉടഞ്ഞാൽ മതി. ഇനി ഇതിലേക്ക് നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഈ കുക്കറിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റണം കേട്ടോ.
ഉരുളക്കിഴങ്ങ് ഇങ്ങനെ നമ്മൾ ഉടച്ച് ചേർക്കുമ്പോൾ കറിക്ക് നല്ലൊരു കൊഴുപ്പുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉടച്ച് ചേർക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാൻ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കണേന്. വറുത്ത് വെച്ചേക്കണ തേങ്ങ ഞാൻ നല്ല വെണ്ണ പോലെ അരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അതും കൂടി ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ അരച്ചെടുത്തേക്കുന്നത്. ഇനി ഇതിൽ വെള്ളം ചേർക്കുമ്പോൾ ഗ്രേവി എത്ര വേണമെന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് വേണം ചേർക്കാനായിട്ട്. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ആ മിക്സിയുടെ ജാറൊന്ന് കഴുകി ഒഴിക്കുന്നുണ്ട്. ഇനി ഇതിൽ ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ചേർക്കാം. നമ്മൾ ഉരുളക്കിഴങ്ങ് വേവിച്ചപ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നു. അത് നോക്കിയിട്ട് വേണം ചേർക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഇതൊന്ന് സ്റ്റവ് ഓൺ ചെയ്യാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഈ കറി നന്നായിട്ടൊന്ന് തിളച്ച് വരണം. കറി ഒന്ന് തിളച്ചിട്ടുണ്ട് കേട്ടോ. തിളച്ച് കഴിഞ്ഞാൽ സ്റ്റൗവിൻ്റെ ഫ്ലെയിം ഒന്ന് മീഡിയം ഹീറ്റിലേക്ക് മാറ്റാം. ഇനി ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതൊരു 2 മിനിറ്റ് നേരത്തേക്ക് ഇതുപോലെ കിടന്നിട്ട് വേകട്ടെ കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് ആയിട്ടുണ്ട്. കറി ഒന്ന് തിക്കായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊന്ന് വറുത്തിടണം. വറുത്തിടാൻ വേണ്ടി ഒരു കടായി ചൂടാക്കാൻ വെക്കാം. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, ഏകദേശം 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ 1/2 ടീസ്പൂൺ കടുക്, ഒരു ചെറിയ ഉള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞത്, കുറച്ച് കറിവേപ്പില, ഫ്ലെയിം ഓഫ് ചെയ്യാം. ഈ വറുത്ത് വെച്ചേക്കുന്നത് ഈ കറിയിലേക്ക് ചേർക്കാം. ഇനി ഇതൊരു 5 മിനിറ്റ് നേരത്തേക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണ് ഞാൻ ഈ ഉണ്ടാക്കുന്നത്. അപ്പം അപ്പമായിരുന്നു. അപ്പത്തിന് വേണ്ടിയിട്ടുള്ള കറിയാണ് ഞാൻ നേരത്തെ ഉണ്ടാക്കിയത് കേട്ടോ, ഉരുളക്കിഴങ്ങ് കറി. ഇത് ഞാൻ റവ ചേർത്തുണ്ടാക്കുന്ന അപ്പം കേട്ടോ. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത് എൻ്റെ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റിനുള്ള ഉരുളക്കിഴങ്ങ് തേങ്ങ വറുത്തരച്ച കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് മസാലയൊന്നുമില്ല. അതിനകത്ത് ആകെ കൂടെ പെരിഞ്ചീരകം മാത്രമേ ഇതിനകത്ത് ചേർക്കുന്നുള്ളൂ കേട്ടോ. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ്. അപ്പോൾ ഞാനിത് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല ചൂടുണ്ട് കേട്ടോ. ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു കുറച്ചും കൂടെ നല്ല തിക്കായിട്ട് വരും. ഇതിപ്പോൾ ഓൾറെഡി തിക്കാണ്. ഇത് ഇരിക്കും തോറും ഇത് കുറുകിയേ വരത്തുള്ളൂ. അപ്പോൾ ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി ടൈപ്പ് കറിയാണ്. ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റാണിത്. ഞാനത് കഴിച്ചു നോക്കട്ടെ. അപ്പമാണെങ്കിലും നല്ല സോഫ്റ്റ് അപ്പമാണ്. അപ്പോൾ ഇത് റവ ചേർത്തിട്ടുള്ള അപ്പം കേട്ടോ. അപ്പോൾ ഇത് ഞാനിതിന് മുന്നേ ഒരിക്കൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക കേട്ടോ. ഇതുപോലെ ഒരു കറി ഉണ്ടാക്കി നോക്കിയിട്ട് ഇതിൻ്റെ അഭിപ്രായം എൻ്റെ കമൻറ്റ് ബോക്സിലിടുക. വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത ദിവസം അടുത്ത റെസിപ്പി ആയിട്ട് കാണാം. താങ്ക് യു.